നമസ്കാരം. ജനപ്രിയൻ അപ്രിയനായപ്പോൾ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മാസങ്ങൾക്ക് മുമ്പ് വരെ ആരവവും ആർപ്പുവിളിയുമായി ജനപ്രിയ നടനെ എതിരേറ്റവർ കൂക്കി വിളിച്ചും അസഭ്യവർഷവുമായി വരവേൽക്കുന്നു. പോലീസ് കോടതിയിലും തെളിവെടുപ്പ് സ്ഥലങ്ങളിലും കൊണ്ടുപോയ ദിലീപിനെ കാണാൻ കൂടിയ ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണമാണിത്. അത്യുന്നതങ്ങളിൽ നിന്നുള്ള ഒരു ദുരന്ത നായകൻ്റെ പതനത്തിൻ്റെ നേർചിത്രം. സ്വയം കൃത അനർത്ഥം എന്നേ പറയാനുള്ളൂ. ചെയ്ത ക്രൂരകൃത്യം ഓർത്താൽ ജനം ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കോടതിയിൽ സാങ്കേതികമായി ഗൂഢാലോചന തെളിയിക്കാനായാലും ഇല്ലെങ്കിലും ദിലീപ് പൊതുജനത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പൊതുകുളം മധുകുമാറും സംഘം അവതരിപ്പിക്കുന്ന 17ാമത് കലോപകാരമാണ് മേഘം മറന്ന മാനം. വിശ്വവിഖ്യാതനായ ലിയോണോൾ ജോൺസന്റെ ലൂസേഴ്സ് ഫൈനൽ എന്ന ഐതിഹാസിക നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരം. മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം. വെള്ളപ്പട്ടുടയാട ചുറ്റി പുഞ്ചിരിയോടെ കൊഞ്ചി നിന്ന മേഘം, കതിരോൻ തന്റെ പതിരില്ലാത്ത സ്നേഹകിരണമാല്യങ്ങൾ ചൂടിച്ച മേഘം. വിട ചൊല്ലുവാൻ നേരം അവളും മറന്നുപോയി അഭയം കൊടുത്തോരു മാനം. നേരം വെളുത്തു. കിഴക്കൻ ചക്രവാളത്തിലേക്ക് ഒരു വെള്ളിക്കൊടാലിയുമായി പോയി. എന്തിനാണോ കിഴക്ക് വെള്ളം കയറാൻ? തിരക്കേറിയ വിജനമായ വീതി, തലങ്ങും വിലങ്ങും ഓടുന്ന കുതിരവണ്ടികൾ മാത്രം. അതിലൊരു വണ്ടി ബ്രിഗേഡ് കൊട്ടാരത്തിൽ നേരെ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയിൽ ആരാന്നറിയോ? നമ്മുടെ കഥാനായകൻ നെയ്സം രാജ്കുമാരൻ. നെയ്സ രാജകുമാരന്റെ മുഴുവൻ പേരെന്താന്നറിയോ? സലാം അലി ഗലാഹുത്ത് അൽകുൽത്ത് നെയ്സ രാജകുമാർ എന്ന. അങ്ങനെയുള്ള നെയ്സ രാജകുമാരന്റെ വണ്ടിയാണ് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. കറക്കിട്ടും ഒരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. കറക്കിട്ടും ഒരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. ആര് കണ്ടാലും കൊതിക്കും വടിവൊത്ത കാരിരുമ്പു തോൽക്കുമാ പൊന്മേനി. അത്രയ്ക്ക് സുന്ദരൻ. കോരിത്തരിപ്പിക്കും ആ കണ്ണുകൾ തൻ ബാണമേറ്റു പിടയാത്തതേതുണ്ട് ഭൂമിയിൽ പാറ പോലും. അത്രയ്ക്കും മനോഹരൻ. കണ്ടടാ നെയ്സ രാജ്കുമാരൻ അന്തപ്പുര വാതിൽ കടന്ന് ലൈലയുടെ അടുത്തെത്തി. അവൻ വിളിച്ചു, ലൈല, ലൈല. പരിഭവിച്ചു നിൽക്കുന്ന ലൈലയെ കണ്ട നെയ്സ രാജ്കുമാരൻ പിന്നിലൂടെ ചെന്ന് അവളുടെ മൃദുലമായ കാതുകളിൽ ഇങ്ങനെ ഓതി. അവൻ ഓതുകയാണ്. അവൻ രണ്ടും കൽപ്പിച്ച് അവളുടെ കാതുകൾ ഓതുന്നു. അച്ഛൻ കുട്ടിയെ കുത്തു മാറിക്കൊണ്ടതാണ് എന്റെ മുത്തേ. അച്ഛൻ തെറ്റുപറ്റി പോലെ. സത്യം അറിഞ്ഞതിപ്പോഴാണ് എന്റെ ചെയ്തല്ല പോലെ. അച്ഛന്റെ പൈങ്കിളി വേർപിരിഞ്ഞോ. ജാമ്യാപേക്ഷ വെച്ചു. ജാമ്യാപേക്ഷയ്ക്കുള്ള വാദമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ 2 ദിവസത്തേക്ക് പ്രോസിക്യൂഷൻ, 2 ദിവസത്തേക്ക് പോലീസ് 2 ദിവസത്തേക്ക് വിശദമായ അന്വേഷണത്തിന് ദിലീപിന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി 2 ദിവസത്തേക്ക് പോലീസിന് വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷിക്കുന്നതിനും തൊണ്ടു മുതൽ കണ്ടെത്തുന്നതിനും മറ്റുമായി പോലീസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് ജാമ്യം എന്തായാലും കിട്ടാനുള്ള സാധ്യത കുറവാണ്.
സാധാരണഗതിയിൽ കുറവാണ്. ഗൗരവമായ കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. 376 ആണ്, ബലാത്സംഗമാണ്, 20 കൊല്ലം വരെ പണിഷ്മെന്റുള്ള കുറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഗൗരവം വളരെ കൂടുതലാണ്. ആ കുത്ത് മാറിക്കൊണ്ടു അഥവാ മാറിപ്പോയ കുത്ത് എന്നുള്ള എന്റെ ഈ ചെറിയ കഥ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഈ നാട്ടിലെ കലാസ്നേഹികളായ നാട്ടുകാർക്ക് അത് ഭംഗിയാണെന്ന് തോന്നി. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതാണ് വലുത്, അതാണ് അംഗീകാരം. ആമേ റൈറ്റ്? അപ്പൊ നാട്ടുകാർ കൂവി വിളിച്ചതോ? ആ അതെ. അയ്യോ, അത് കൂകി വിളിച്ചതല്ല. ആഹ്ലാദം കൊണ്ട് മതിമറന്ന എന്റെ ആരാധക വൃന്ദം എന്നെ നോക്കിക്കൊണ്ട് ഹായ് 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 എന്ന് ഒച്ച വെച്ചതാണ്. അല്ലി ദേവിയോട് ചോദിച്ചു നോക്കി. ചേട്ടനത് കൂക്കിവിളെ തെറ്റിദ്ധരിച്ചത് ആരുടെ ഊറ്റ? ചേട്ടന്റെ ഊറ്റ. പാക്കരാ, ഏയ് എന്താ ഇത്? അടി കൊണ്ടത് എനിക്കല്ലേ? പാക്കര എന്തിനാ കരയുന്നേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. സിനിമയിൽ ഇപ്പോൾ ഉള്ള എല്ലാവരേക്കാൾ കൂടുതൽ ആ പ്രതിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം 33 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം നോർത്ത് കലാഭവൻ്റെ മുമ്പിൽ വെച്ച് നമസ്കാരം, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, ഞാൻ ചേട്ടൻ്റെ വലിയ ആരാധകനാണെന്ന് പറഞ്ഞ് അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയും ദൂരെ നിന്ന് നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു സ്ഥലത്ത് മലയാള സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ തന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചത്. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മ നിലപാടിനെതിരായ പ്രതിഷേധത്തിൽ പുലിവാല് പിടിച്ചത് ഇടത് ജനപ്രതിനിധികളായ നടന്മാരാണ്. സിനിമ നൽകിയ പ്രശസ്തിയുടെ ബലത്തിൽ ജയിച്ചു കയറിയ മുകേഷിനും ഇന്നസെൻറ്റിനും രാഷ്ട്രീയത്തിൻ്റെ ചൂട് ശരിക്കും മനസ്സിലായി. ഗണേഷ് കുമാർ പിന്നെ ഇത് കുറെ കണ്ടതാണ്. പത്തനാപുരത്തുകാർ ഇത് കണ്ടൊന്നും കുലുങ്ങില്ലെന്നും ഗണേഷിനറിയാം. കൊല്ലത്ത് കോൺഗ്രസും BJPയും മുകേഷിനെതിരെ നടത്തുന്ന സമരത്തിൽ വിരണ്ടത് മുകേഷ് മാത്രമല്ല, CPM കൂടിയാണ്. പാർട്ടി മുകേഷിനെ കൊണ്ട് തന്നെ ഡാമേജ് കൺട്രോൾ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അർത്ഥത്തെ അറിയാത്ത ഇന്നസെന്റും മുകേഷും ഗണേഷ് എന്നൊരു തെമ്മാടിയും അമ്മ എന്ന വാക്കിന്റെ അർത്ഥത്തെ അറിയാത്ത ഇന്നസെന്റും മുകേഷും ഗണേഷ് എന്നൊരു തെമ്മാടിയും ശ്രീ ദിലീപിനെതിരായിട്ട് വിവിധ കോണുകളിൽ നിന്ന് ആരോപണമുണ്ടായപ്പോൾ ആ ആരോപണങ്ങളുടെ നിജസ്ഥിതി പോലീസ് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തെ 13 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന ഒറ്റ കാര്യം കൊണ്ട് ദിലീപിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന അമ്മയുടെ ഭാരവാഹികൾ, വിശിഷ്യ കൊല്ലം MLA ശ്രീ മുകേഷും അതുപോലെ പത്തനാപുരം MLA ശ്രീ ഗണേഷ് കുമാറും ചാലക്കുടിയുടെ MP ശ്രീ ഇന്നസെന്റും പലവൊരു വ്യത്യസ്ത രീതിയിലൂടെ അവരുടെ സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ആരോപണ വിധേയന് വേണ്ടി മാത്രമുള്ളതാണ് അമ്മ സംഘടന എന്ന നിലയിൽ തരം താഴ്ന്നത് നാം കണ്ടു. എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? തവളിപ്പ് തമാശകൾ മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സേവിക്കാമെന്ന മൂഢബുദ്ധിയുമായി നിൽക്കുന്ന മുകേഷ് MLA കൊല്ലത്തിന് അപമാനമാണ്. ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികളായി തുടരുവാൻ ഈ ജനനേതാക്കൾക്ക് അവസരമില്ല. ഇവിടെ കുറ്റവാളിയെ സംരക്ഷിക്കുവാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ നടൻ കൂടിയായ കൊല്ലം MLA മുകേഷ് രാജിവെക്കണം. രാമോദ്ര, നീ എന്തായി കാണിക്കണേ? എടാ, നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെയാണ് അവിടെ പറഞ്ഞു വിടേണ്ടത്. പത്തനാപുരം MLA ശ്രീ ഗണേഷ് രാജിവെക്കണം. അതുപോലെ ചാലക്കുടിയുടെ MP ശ്രീ ഇന്നസെന്റ് രാജിവെക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ അന്തസ് കളയുന്ന അന്തസ്സില്ലാത്ത മുകേഷിനെ
ഈ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതീകാത്മകമായി കൊല്ലം DCC ഇവിടെ ഈ അറബിക്കടലിൽ നാടുകടത്തുകയാണ്. കാണാത്തതു കണ്ടു നടത്തണ കാഴ്ചക്കാരുടെ നാടാണ്. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. ഇടവും പലവും തിരിയും നേരം പിടിയും വലിയും പതിവാണ്. നേരും നെറിയും പേരിത് പോലും കാണാനില്ലല്ലോ. ഇടത് ജനപ്രതിനിധികളെ മാത്രമല്ല, മലയാള സിനിമയിലെ യുവ നടന്മാരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായ DCC അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ പ്രസംഗം. എവിടെ പോയി കേരളത്തിന്റെ യൂത്ത് ഐക്യൻ പൃഥ്വിരാജ്? നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? എവിടെ പോയി കേരളത്തിലെ യൂത്ത് യങ് സൂപ്പർ സ്റ്റാറായ നിവിൻ പോളി? അതുപോലെ തന്നെ താരപുത്രന്മാരും യുവതാര രാജാക്കന്മാരുമായ ഫഹദ് ഫാസിലിനെ പോലെയുള്ളവര്, ദുൽഖർ സൽമാനെ പോലെയുള്ളവര് എവിടെ പോയി? കേരളീയ യുവത്വത്തിന് തന്നെ അപമാനകരമായ രീതിയിൽ കുറ്റകരമായ മൗനം പുലർത്തുന്ന ഈ യുവ താരനിരയും കേരള സമൂഹത്തിന് അപമാനമാണ്. സ്വന്തം സഹപ്രവർത്തക ക്രൂരമായി സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയായിട്ട് ഒരക്ഷരം പോലും ഉരിയാടാൻ തയ്യാറായില്ല. യൂത്ത് ഐക്യൻ പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇനി സ്ത്രീകളെ അപമാനിക്കുന്ന സിനിമകൾ ചെയ്യില്ല എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് പിന്നീട് ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് ഒരക്ഷരം ഉരിയാടിയില്ല. ഇവരൊക്കെ മലയാള മനസ്സിൽ, ഞാനടക്കമുള്ള കേരളത്തിലെ സിനിമ ആസ്വാദകർ തന്ന സിംഹാസനങ്ങളിൽ കയറി ഇരുന്നു കൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ചാലക്കുടി MP ഓഫീസിലേക്കും ഇരിങ്ങാലക്കുടയിലെ വസതിയിലേക്കും ചിലർ വന്ന് പ്രതിഷേധിച്ചെങ്കിലും ഇന്നസെന്റിനെ രാഷ്ട്രീയ എതിരാളികൾ വിട്ടമട്ടാണ്. കൊല്ലമാണ് ഇപ്പോൾ സമരക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ. പത്തനാപുരത്ത് വലിയ പ്രതിഷേധമൊന്നും കാണുന്നില്ല. മുൻ നിലപാടിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടും എന്തിനാണ് തൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത് എന്ന് മുകേഷിന് മാത്രമല്ല കോടിയേരിക്കും മനസ്സിലാകുന്നില്ല. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് ചോദിച്ചു ഇന്ന് രാവിലെ, ഈ മാർച്ചൊക്കെ മുകേഷിൻ്റെ വീട്ടിലോട്ട് എന്തിനു നടത്തുന്നത്, മുകേഷുമായിട്ട് എന്താ ബന്ധം ഇത് എന്ന് ചോദിച്ചു. മറുവട്ടം കാണാമേ ഹൈറത്തെ കോമാളിത്തം ആരോടും പറയാതെ. ഒരു വട്ടം കാണാതായാൽ മറുവട്ടം കാണാമേ ഹൈറത്തെ കോമാളിത്തം ആരോടും പറയാതെ. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. കത്തട്ടെ 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 മുകേഷ് അങ്ങനെ കത്തട്ടെ 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 കത്തട്ടെ. അന്തസ് വേണോടാ, അന്തസ്. കൊല്ലത്ത് മാത്രം എന്താണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഒരു കൊല്ലമായിട്ട് വളരെ ഗംഭീരമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒന്നും ഒരു പഴുതുപോലും നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ എന്താ പറയുന്നത്, ഇങ്ങനെ വായുവിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു സംഭവം പോലെ ഈ മാർച്ചെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ്. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കൊല്ലത്തുള്ള. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, 11 സീറ്റ് നേടിയ ഇടതുപക്ഷത്തിനെ വിജയിപ്പിച്ച ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഈ വായുവിൽ നിന്നും വന്ന ഈ മാർച്ചും പ്രതിഷേധമൊക്കെ എന്താണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കാനുള്ള പ്രബുദ്ധതയുണ്ട്, വിവരമുണ്ട് എന്ന് പറയുന്നു. പൾസർ സുനി 1 വർഷം ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയില്ലായിരുന്നുവത്രേ. ഇപ്പോൾ പൾസർ, മൊഴിയെടുക്കൽ, നോട്ടീസ് എന്നൊക്കെ കേൾക്കുന്നത് തന്നെ മുകേഷിന് ഞെട്ടലാണ്. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ പറഞ്ഞത് അല്ലാതെ വേറെ ഒരു കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഒന്നുമില്ല, അതല്ല, ഒന്നുമില്ല, അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. നോട്ടീസാ? നീ എന്നെ പേടിപ്പിക്കരുത്. ദിലീപിനെ പിന്തുണച്ചതിനാണല്ലോ ഇടതുപക്ഷ MLA-മാർ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരാണെങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർ പഴി കേൾക്കേണ്ടവർ തന്നെ. എന്നാൽ ദിലീപിൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ ആലുവ MLA അൻവർ സാദത്ത് മുമ്പ് നടനെ പരസ്യമായി പിന്തുണച്ച് രംഗത്തു വന്നത് കോൺഗ്രസ് മഹിളാമണി മറന്നു പോകരുത്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ബെഹ്റ CID യും സന്ധ്യ CID യും.
ഇടവേളയ്ക്ക് ശേഷം. കീഴ്വഴക്കങ്ങൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രഷർ ചെലുത്തി പ്രഗത്ഭരായ ആ 2 CID-കളെ ഇവിടെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.